ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. CSK ടീമിലെ സൂപ്പർ താരമാണ് ശിവൻ ദൂബെ. കഴിഞ്ഞ വർഷം മികച്ച പ്രകടനമാണ് ശിവൻ ദൂബെ കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ ശിവൻ ദൂബെക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. താരം രഞ്ജി ട്രോഫിയിൽ നിന്ന് റൂൾ ഔട്ടായി. ശിവൻ ദൂബെ IPL-ന്റെ പകുതി മത്സരങ്ങൾ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. താരത്തിന് വലിയ ഇഞ്ചുറിയാണ് രഞ്ജി ട്രോഫിയിൽ സംഭവിച്ചത്. IPL-ന്റെ ഫസ്റ്റ് ഹാഫിൽ ശിവൻ ദൂബെ കളിക്കില്ല. CSK ടീമിനെ അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിട്ടത്. അടുത്തൊരു അപ്ഡേറ്റ് ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ടതാണ്. ഋഷഭ് പന്ത് ഒരുപാട് കാലമായി ക്രിക്കറ്റ് കളിച്ചിട്ട് ഇപ്പോഴിതാ ക്രിക്കറ്റ് മത്സരത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഋഷഭ് പന്ത്. ഇന്ന് താരം ഒരു മാച്ച് മുഴുവനായിട്ടും കളിച്ചു. ഋഷഭ് പന്ത് മടങ്ങി വരുന്നത് IPL-ലൂടെയാണ്. ഈ വർഷത്തെ ഡൽഹി ടീമിന്റെ ക്യാപ്റ്റൻ ഋഷഭ് പന്താണ്. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം ഋഷഭ് പന്ത് ഫാൻസിന് ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. താരത്തിന് ഇനി കീപ്പ് ചെയ്യാൻ സാധിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. താരത്തിന് വലിയ പരിക്കാണ് അന്നത്തെ അപകടത്തിൽ സംഭവിച്ചത്. ഋഷഭ് പന്തിന് ഇനി ഒരു ബാറ്ററായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ഇപ്പോൾ അടുത്തൊന്നും കീപ്പറാകാൻ ഇനി ഋഷഭ് പന്തിന് സാധിക്കില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ലോട്ടറി അടിച്ചത് സഞ്ജുവിനാണ്. ഈ വർഷത്തെ T20 വേൾഡ് കപ്പിൽ ഋഷഭ് പന്ത് കളിച്ചാലും കീപ്പറാകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ത്യൻ ടീമിന് ഒരു കീപ്പറെ ആവശ്യമാണ്. KL രാഹുൽ T20 വേൾഡ് കപ്പിൽ ഉണ്ടായിരിക്കില്ല. ഈശാനാണെങ്കിൽ BCCയുമായിട്ട് ഉടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സഞ്ജുവിന് ഒരു അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മയെ മുംബൈ ടീം ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കി. ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈയുടെ ക്യാപ്റ്റൻ. രോഹിത്തിനോട് പറയാതെയാണ് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയത്. രോഹിത് ശർമ്മ മുംബൈ ടീം വിട്ടുപോകുമെന്ന അഭ്യൂഹം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ അത് ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മ കൊൽക്കത്ത ടീമിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൊൽക്കത്തയുടെ മെന്ററാണ് ഗൗതം ഗംഭീർ. ഗംഭീർ ഇപ്പോൾ രോഹിത് ശർമ്മയെ പറ്റി പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ്. രോഹിത് മികച്ചൊരു കളിക്കാരനാണ്. രോഹിത് KKRന്റെ ക്യാപ്റ്റൻ ആകണമെന്നാണ് ഗംഭീർ പറയുന്നത്. അതുമാത്രമല്ല മുൻപ് രോഹിത് ശർമ്മ KKRന്റെ ക്യാപ്റ്റനാകാൻ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് പിച്ചിൽ രോഹിത്തിന് ഒരുപാട് റെക്കോർഡുകളുണ്ട്. രോഹിത്തിന് ഏറ്റവും ഇഷ്ടം ഇവിടെ കളിക്കാനാണ്. ഗംഭീർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതും രോഹിത് ശർമ്മ മുൻപ് പറഞ്ഞതുമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ ആരാധകർ രോഹിത് ശർമ്മ കൊൽക്കത്തയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നത്. കൊൽക്കത്ത ഒരു പുതിയ ക്യാപ്റ്റനെ തേടുകയാണ്. ശ്രേയസ് അയ്യർക്ക് ക്യാപ്റ്റനായിട്ട് കൊൽക്കത്ത ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. രോഹിത് കൊൽക്കത്തയിലെത്തിയാൽ അവരുടെ ബ്രാൻഡ് വാല്യൂ ഉയരുമെന്നത് ഉറപ്പാണ്. മുംബൈയുടെ ഒരുപാട് ഫാൻസ് കൊൽക്കത്തയിലെത്തും. അപ്പോൾ ഈ IPL-ൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.